ഹലോ, എസ്റേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട്ടിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു വീഡിയോ തുടങ്ങാം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരിയാണ്. നമ്മൾ ഓൾറെഡി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. അപ്പോൾ നമുക്ക് സാരി കാണാം. ഇത് നമ്മുടെ പൗഡർ ബ്ലൂ കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയിൽ നമ്മൾ വൈറ്റ് കളറിലെ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ചിക്കൻകാരി മോട്ടീവ്സ് പോലത്തെ ഒരു മോട്ടീവാണ് ഈ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു മാംഗോ മോട്ടീവ്സ് ചെയ്തിട്ടുള്ള സാരിയാണ്. ഒരു വൈറ്റ് സാരിയിൽ ബ്ലാക്കിന്റെ ഡബിൾ ഷെയ്ഡ് വെച്ചിട്ടൊക്കെ നമ്മൾ ഇതുപോലത്തെ ചിക്കൻകാരി മോട്ടീവ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇച്ചിരി ഡിഫറെന്റ് ഉണ്ട്. അതിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത് കൂടിയ ഒരു ചിക്കൻകാരി മോട്ടീവ്സ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മറ്റേത് ചെറിയ മോട്ടീവ്സ് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇത് ഇച്ചിരി ലെങ്തിൽ നല്ല നീളത്തിൽ വരുന്ന ഒരു മാങ്ങ ഡിസൈൻ ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസൈൻ ഉള്ള പോലത്തെ ഒരു മാങ്ങ ഡിസൈനാണ്. മറ്റേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ടും അകത്ത് ജസ്റ്റ് ഒരു ഈ ഒരു ഷേപ്പ് മാത്രം ചെയ്തെടുത്തത്. ഇതിനകത്ത് നിറച്ചും പെറ്റൽസ് ഫില്ല് ചെയ്ത് വരുന്ന പോലെ ഫുൾ ആ ഒരു തിക്കായിട്ടുള്ള ഷാഡോ വർക്ക് വരുന്ന പോലെ തന്നെയുള്ള ഒരു ചിക്കൻകാരി വർക്കാണ്. അതുപോലെ തന്നെ ആ ഒരു ചിക്കൻകാരി മോട്ടീവ്സ് ഒക്കെ നമ്മൾ പൊതുവെ കാണാറുള്ള പോലെ ചുറ്റും ഈ ഒരു സാറ്റൻ സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഒരു ഡോട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ പൗഡർ ബ്ലൂവിൽ വൈറ്റ് കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് തന്നെയുണ്ട്. ഇപ്പൊ ഈ ഒരു സാരിയുടെ മുന്താണി പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ ആണിത്. ഇതിന് മുന്താണി പോർഷന്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഈ ഒരു സെയിം ഡിസൈൻ ഇതേ വലുപ്പത്തിൽ തന്നെ ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലെയിൻ സാരിയിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണ് പൗഡർ ബ്ലൂ. അപ്പൊ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സാരീസിൽ വർക്ക് ചെയ്തത് പൗഡർ ബ്ലൂ ഇപ്പം അധികം കാണിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നേരത്തെ വന്നിരിക്കുന്ന ഓർഡേഴ്സ് ഇതെല്ലാം നമുക്ക് ആ പൗഡർ ബ്ലൂ ഒക്കെ വന്നു തുടങ്ങിയ സമയത്തൊക്കെ വന്ന ഓർഡേഴ്സാണ്. നമ്മളിപ്പോൾ ഡിസ്പാച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇത് കസ്റ്റമറിന്റെ ചോയ്സ് പ്രകാരം നമ്മൾ ഇതിനകത്ത് ഇതുപോലത്തെ ചിക്കൻകാരി മോട്ടീവ്സ് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലാണ് നമ്മൾ ഇതിന്റെ അടുത്ത മോട്ടീവ്സ് ചെയ്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് മോട്ടീവ്സ് ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിരിക്കുന്നത്. സെയിം വലുപ്പത്തിൽ വരുന്ന പോലെ തന്നെയുള്ള രണ്ട് മോട്ടീവ്സ് നമ്മൾ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റും ബ്ലൂവും കൂടെ ഉള്ള ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ട് ഉടുത്ത് വരുമ്പം വരും. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചിക്കൻകാരി വർക്കിന് എപ്പോഴും ഒരു നല്ല ട്രെൻഡും അതുപോലെ ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റും ഒക്കെ ഉള്ള ഒരു വർക്കാണല്ലോ ഷാഡോ വർക്കും. അതുപോലെ ഈ സാറ്റൻ ഡോട്ട്സും ഒക്കെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന പോലത്തെ ചിക്കൻകാരി വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ചിക്കൻകാരി ഇതുപോലത്തെ ഷാഡോ വർക്ക് ഒത്തിരി ടൈം കൺസ്യൂമിങ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമൽ വർക്കിനേക്കാളും റേറ്റ് വരും. പ്രത്യേകിച്ച് ഇതുപോലത്തെ ചെറിയ ഡീറ്റെയിലിങ്സ് ഒക്കെ വരുമ്പോൾ, അതായത് ഇത് നോക്കിയാൽ അറിയാം നിറച്ചും തിക്കായിട്ടുള്ള പെറ്റൽസാ. ഒരുപാട് പെറ്റൽസ് ഇതിനകത്ത് തിക്കായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സാരിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ഡിസൈൻ ഈ ഒരു വലുപ്പത്തിലുള്ള നോർമൽ ഡിസൈനേക്കാളും ചിക്കൻകാരി മോട്ടീവ്സ് ചെയ്യുമ്പോൾ റേറ്റ് വ്യത്യാസം വരും. അപ്പം കസ്റ്റമർ പറഞ്ഞ അവരുടെ ബഡ്ജറ്റ് പ്രകാരം നമ്മൾ ഇതിനകത്ത് അവരുടെ ആ ഒരു ഫ്ലവർ എത്ര ഡിസൈൻസ് നമുക്ക് ചെയ്യാവോ അതനുസരിച്ച് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം നമ്മളിത് ഈ സെയിം ഡിസൈൻ നമ്മൾ വെർട്ടിക്കലി ചെയ്തിരിക്കുന്നത്. ആ ഒരു റൈറ്റ് ലെഗ് പോർഷനിൽ വരുമ്പം വെർട്ടിക്കലായിട്ട് വരുന്ന പോലെ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിരിക്കുക. സെയിം വലുപ്പത്തിൽ തന്നെ എല്ലാ ഡിസൈനും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു സാരിയിൽ 5 ഇതുപോലത്തെ മോട്ടീവ്സ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ ഒരു വൈറ്റ് അക്കോബ ബ്ലൗസ് ഒക്കെ വെച്ച് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല സെയിം ബ്ലൂ ബ്ലൗസ് പെയർ ചെയ്യാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിരിക്കും, എന്നാൽ നല്ലൊരു ക്ലാസ് ലുക്കുള്ള ഒരു സാരി തന്നെയായിരിക്കും. അപ്പൊ ഈ കാണിച്ച സാരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ വയനാടിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ എല്ലാവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.